എന്റെ പൊന്നു മക്കളെ പറയൂ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? കെമിസ്ട്രി ഫിസിക്സ് അമ്മേ അതെന്താ അങ്ങനെ? സയൻസിന് 3 ദിവസമായിരുന്നു ലീവ് ഉണ്ടായിരുന്നത്, സ്റ്റഡി ലീവ്. അപ്പം ഞാന് ഞാൻ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ ഫിസിക്സ് ആണ് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ബയോളജി നോക്കി. ഞാൻ ഫിസിക്സ് നോക്കാൻ ഇരുന്നതാണ്, പിന്നെ ഞാൻ വിചാരിച്ചു ബയോളജി നോക്കാം, ബയോളജി അല്ലേ കൂടുതൽ മാർക്കിന് വരുന്നത്. ബയോളജി എത്ര മാർക്കിനായിരുന്നു? ബയോളജി 30 മാർക്കിന്, ബാക്കിയുള്ളത് 25 തോന്നുന്നു, 2 25 അത്രയോ ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. സോ ഫസ്റ്റത്തെ ദിവസം ബയോളജി, പിന്നെ സെക്കൻഡത്തെ ദിവസം കെമിസ്ട്രി പഠിച്ചു. മൂന്നാമത്തെ ഇന്നലെ അല്ല ഫിസിക്സ് അല്ലേ സെക്കൻഡ് ദിവസം പഠിച്ചേ. സെക്കൻഡ് ദിവസം ഫിസിക്സ് പഠിച്ചു, ഇന്നലെ കെമിസ്ട്രിയും പഠിച്ചു. ഇന്നലെ ഒരു 5 മണിയൊക്കെ, വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴാണ് പോർഷൻസ് കവറായത്. പ്രാക്ടീസ് ചെയ്തു. ഡയറി ഇപ്പം ഞാൻ പുതിയതായിട്ട് എടുത്തതായിരുന്നു മാത്സിൻ്റെ എക്സാമിൻ്റെ. പിന്നെ ഉണ്ടോ എത്രയായി അവിടെ, മെയ് വരെ എത്തി, മെയ് 18 വരെ എത്തി. ഫ്രണ്ട്സ്, സമയം 8 മണിയായി. ഞാൻ കുളിക്കാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിനൊന്നും ഞാൻ അത്ര ലേറ്റായിട്ട് കുളിക്കാൻ പോയിട്ടില്ല. ഞാൻ മറിച്ച് നോക്കിയത് എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഗൈസ്. ഞാനെന്നാൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ്, ഞാൻ ഫ്രഷായി. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ എക്സാമിന് പോകാൻ നേരത്തെ ഞാൻ പപ്പേനോട് പറഞ്ഞിരുന്നു, പപ്പ സ്കൂട്ടി ബുള്ളറ്റ് എടുക്കുന്നു, ബുള്ളറ്റ് കുറച്ചുകൂടെ മാസല്ലേ കാരണം. അതിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. പപ്പ അവിടെ ബുള്ളറ്റ് കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്താ ബുള്ളറ്റ് ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്, പിന്നെ മാസാവാനൊന്നും ഉണ്ടാവില്ല കാരണം. സോ ഗായ്സ്, ഞാൻ മുടി കെട്ടാൻ പോവാണ്. അമ്മ അവിടെ സൈഡിൽ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചൂടെടുക്കണ്ട്. ഞാൻ ഇന്നലെ ഈ ഹെയർ ബാൻഡ് വെച്ചിട്ടാണ് ഗൈസ് കിടന്നുറങ്ങിയത്. ഞാൻ വിചാരിച്ചു കുത്തിക്കൊള്ളൂല വിചാരിച്ചു, പക്ഷെ കുത്തിക്കൊണ്ടില്ല. തലയിൽ മോയ്സ്ചറൈസർ ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടാണ് കിടന്നത്. ഒരു സ്മൂത്ത്നെസ്, ഇതിൻ്റെ സ്മെല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഗെറ്റ് റെഡി, സയൻസ് ബോർഡ് എക്സാം, ഗെറ്റ് റെഡി വിത്ത് മീ. ഇല്ല, ഒരു ഗ്ലോ ഇട്ടിരുന്നേ. ഇപ്പം നേരത്തേക്കാൾ ഒരു ഗ്ലോ വന്നില്ലേ ഗൈസ് മുഖത്ത്, അതിനാണ് ഞാൻ ഈ മോയ്സ്ചറൈസർ ഇടുന്നത്. എന്താണ് ഇതില് കമന്റുകളൊക്കെ ഉണ്ട്, ദേവുന്റെ എക്സാമിന്റെ ഇത് കാരണം അവർക്കാണ് ടെൻഷനില്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കാണോ ഗൈസ് ടെൻഷൻ എന്റെ എക്സാമിന്? ഐബ്രോ പെൻസിൽ എവിടുന്ന വാങ്ങിയ ചോദിക്കുന്നുണ്ട്. ഇതാണോ ഇത്? എവിടുന്ന വാങ്ങിയ? ഇത് നമ്മളിവിടെ ഫാൻസിന്ന് വാങ്ങിയതാണ്, മാൾസിന്റെ. ഇതാണോ എഴുതിയത്? അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് കാണിച്ചില്ലല്ലോ എന്ന്. അടുത്ത പരീക്ഷയ്ക്ക് അനുഗ്രഹം വാങ്ങാറുണ്ട്. കാണിക്കാൻ പറ്റിയ കോലത്തിലല്ല. ശരിയാ, കാണിക്കാൻ പറ്റിയ കോലത്തിലല്ല. അപ്പം എണീറ്റ് വന്നൊരു കോലത്തിലാണ്. വേണ്ട അപ്പം പാടിയിട്ടായിരുന്നു പോയത്. സോ നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ. ഗെറ്റ് റെഡി വിത്ത് കണ്ണ് എഴുതണം ഇവിടെ അല്ല. ആക്ച്വലി എനിക്ക് കണ്ണ് എഴുതണം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എത്ര മണിയായപ്പോ അവിടെ എത്തി? 8:50 ഒരു പുട്ട് കട്ടിക്കും. എൻ്റെ ഫേവറേറ്റ് കറി മോര് കറി, അല്ല കുമ്പളങ്ങ കറി. മതി, ഇത് രസമല്ല, അത് ഒരുമാതിരിയാണ്. ഇപ്പൊ ചോദിക്കും ദേവ് എന്താ സ്കൂളിൽ പോകുമ്പോ ചോറുണ്ടിട്ട് പോകുന്നതാണ്. ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ചോറിനിട്ട് പോകണം. എന്നും ഇവിടെ പത്തിരിയാണ് കേട്ടോ. പത്തിരി ബീഫ് കറി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ദേവ് ചോറാണ് തിന്നാറ്. സ്മോൾ പൊട്ട് ഇങ്ങനെ കാണാൻ പ്രത്യേക ഒരു രസം. ഐ ലവ് ടുഡേ മൈസെൽഫ്. സയൻസ്
ബസ്സിന് പോയപ്പോ കാവടിനുള്ളി പോയപ്പോഴേ വിചാരിച്ചു എനിക്ക് പറയാലോ. ആ ഇവിടെ ഒരെണ്ണുണ്ട് പഴയത്, അതാ ആ ഗേറ്റിന് അവിടെ നിക്കണതാണ്. കൊണ്ടേക്കോ. മോളെ പണ്ട് പേടിപ്പിക്കൂലേന്നോ, സൈക്കിൾ കൊണ്ട് ഒരാള് വരുമ്പം സൈക്കിളുകാരൻ വരും പറഞ്ഞിട്ട് പേടിയൊന്നും അയാളെ പേരും പറഞ്ഞിട്ടാണ് ദിയമോളെ പാലുകൂടി ഞാൻ നിർത്തിയത്. ദേവുവിനെ ബുള്ളറ്റിൽ കൊണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ബുള്ളറ്റൊക്കെ കഴുകി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ, അപ്പൊ വണ്ടി ഇറക്കാൻ പറ്റില്ല. റോഡ് പണിക്കാര് 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ റോഡ് ഇങ്ങനെ കീറി ഇട്ടിട്ട് പോയിട്ട്, പക്ഷെ ഞങ്ങൾക്ക് വണ്ടി ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം കോൺക്രീറ്റ് ചെയ്തു ഇവിടെ. എന്താ പറഞ്ഞു, അപ്പയ്ക്ക് ചവിട്ടാൻ പറ്റുമെങ്കിൽ ബുള്ളറ്റ് ഇറക്കാം. അത് സത്യം. പക്ഷെ ഉണ്ടല്ലോ സൈഡ് ഇടിയായിരിക്കും, ഇന്നലെ ഇട്ടതല്ലേ. നമുക്ക് ദേവോ ഇന്നലത്തെ മാതിരി ക്ലാസ് മാറിയിരിക്കരുത്, ശരിക്കും നോക്കണം. ബോർഡിൽ ഫുൾ ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കണം, ലാസ്റ്റ് നമ്പർ മാത്രമല്ല നോക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. മോളെ ചേച്ചി എക്സാം എഴുതാൻ പോയിട്ടോ. എനിക്ക് ചേച്ചിക്ക് എന്താണ് എക്സാം ഉള്ള ദിവസങ്ങൾ ദിയമോക്ക് സ്കൂളില്ല കേട്ടോ. ഫ്രണ്ട്സ്, ദേവുവിനെ കൊണ്ടുവരാനായിട്ട് പപ്പ പോയിട്ടുണ്ട് സ്കൂളിലേക്ക്. ഇന്ന് കുറച്ച് നേരം വൈകി കൊണ്ടുവരാൻ പോവാനും. 1:30 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും, എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ 1:30 കഴിഞ്ഞു. ദേവനോട് ഞാൻ പറഞ്ഞതെന്ന് വരാൻ വൈകിയാലും അവിടെ വെയിറ്റ് ചെയ്ത് നിന്നോന്ന് പറഞ്ഞിരുന്നു കോമ്പൗണ്ടിൽ. അപ്പോൾ പോയിട്ട് ദേവനെ കൊണ്ടുവരട്ടെ. ഹലോ മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, പറയൂ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫ്രണ്ട്സ്, ദേവൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇപ്പോഴും താഴെ വെച്ചിട്ടില്ല. സെറ്റ് 3. അതിനെന്താ, ഒക്കെ സെറ്റ്. മുന്നമോൾ പറയൂ, ഞങ്ങളെ വാക്കിന് വേണ്ടിയാണ് ഇവിടെ കാത്തിക്കണ്. ചുരുക്കം പറഞ്ഞ അപ്പൊ മൊത്തത്തിൽ എന്ത് സംഭവിക്കുന്നു പറ. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ടഫോ? നിങ്ങളല്ലേ ഫുൾ കവറ്, കംപ്ലീറ്റ് പോർഷൻ കവേർഡ്, മറ്റേ മറിച്ചൊന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഫുൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഫുൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഗ്രിഡ് അല്ലേ CBSE? ഈ വീഡിയോ കണ്ട ആൾക്കാർ കമന്റ് ചെയ്തിട്ട് അടിയിൽ നിങ്ങൾ വെറുതെ നോണോ അറിയാൻ നിക്കണ്ട. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങളെ സെറ്റും നിങ്ങളെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കമന്റ് ഇടുക. നിങ്ങൾക്ക് മീൻസ് ഭയങ്കര ടഫ് ഒന്നും അല്ലേന്നു, കുഴപ്പമില്ലാത്ത രീതിക്ക് എഴുതി. മീഡിയം ഉള്ളു, മീഡിയം ടഫ്. സ്വാഭാവികമായിട്ടും എനിക്ക് മുന്നേക്കും സെയിം സെറ്റ് പേപ്പറാണ് കിട്ടിയത്. എല്ലാവർക്കും മാറില്ല, ഞങ്ങൾക്ക് മാത്രം മാറില്ല. ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ സെറ്റ് 1 ആണ് കിട്ടിയത്. 1 പെരും സിമ്പിൾ. എനിക്കുണ്ടല്ലോ റെസ്പിറേറ്ററി സിസ്റ്റം വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പം അത് ലേബൽ ചെയ്യാനുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. ഞാൻ പക്ഷെ വരച്ചു, ഞങ്ങളോട് പറഞ്ഞത്, ഗ്രൂപ്പിൽ പറഞ്ഞത്. അപ്പം അത് വരയ്ക്കാൻ വന്നു, പക്ഷെ അത് വരച്ചു കേട്ടോ ഗൈസ്. എങ്ങനെയൊക്കെ വരച്ച് അടയാളപ്പെടുത്തി കറക്റ്റ് ആയിട്ട്. കാരണം അത് നമ്മളെല്ലാ മോഡൽ എക്സാമിനും അത് ലേബൽ ചെയ്യാൻ വെറുതെ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആ വരയ്ക്കേണ്ട ഒരു ഞാൻ ജസ്റ്റ് നോക്കി വെക്കലുണ്ട് ഒക്കെ, വെറുതെ വരയ്ക്കാനില്ലാത്ത സംഭവങ്ങളാണെങ്കിലും അത് മാത്രം വരയ്ക്കാൻ വന്നു. വേറെ പിന്നെ ടഫ് പറയാൻ ഫിസിക്സ് ചെയ്യുന്നു, ബയോളജിയും കെമിസ്ട്രിയും കുഴപ്പമില്ല. ഇവിടെ അമ്മ നിക്കിക്ക് ഫുഡ് ഒടിച്ചെടുക്കണ സൗണ്ട് കിട്ടു. ഞാൻ കാല് കഴിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? സയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ബയോളജി
കുഴപ്പമില്ല. കെമിസ്ട്രി അല്ല, ഫിസിക്സ് ഇല്ല. അമ്മേ അതെന്താ അങ്ങനെ ടോക്ക് ജയിക്കൂലേ? എന്നാണ് വിശ്വാസം. നമ്മളെ ഹിന്ദി സാറ് പ്രശാന്ത് കിരാട്ടോ അയാളില്ലേ മീൻസ് ഞാന് തുടക്കം മുതൽ ലൈവ് കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഓടിച്ചുട്ട് കണ്ടത്. സ്റ്റാർ ഇട്ട് മാത്രം കണ്ടു. സ്റ്റാർ ഇട്ട വന്നു. ഇവിടെ കണ്ടേന്നോ? 4 മണി രാവിലെ 4 മണിന്റെ ലൈവാണ്. 5 ലക്ഷം വ്യൂസ്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ 6 മണിക്ക് ഒരു ക്ലാസ് കൊടുക്കണില്ലേ നമ്മ ക്ലാസ് കാണാതെ പഠിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വന്നേ, ആ ക്വസ്റ്റ്യന് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചു നോക്കി. അപ്പൊ സെക്ഷൻ അടിയിൽ ബയോളജി എന്നുണ്ട്. അപ്പൊ ഓക്കെ, ബയോളജി ആണ് ക്വസ്റ്റ്യൻ, അങ്ങനെ മനസ്സിലായി. എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്തത് വേറെ ക്വസ്റ്റ്യൻ ചെയ്തി. അത് ഓർ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ചെയ്താൽ അതിന്റെ ഇടയിൽ ഓൾ അത് എഴുതി. അത് എനിക്കറിയുന്നതോ? എനിക്കറിയുന്നത് ഹോർമോൺ പറഞ്ഞിട്ട് ഹോർമോൺ ബയോളജിയിലല്ലേ ആൻസർ എഴുതി. അപ്പൊ ഓളെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ ആൻസർ തെറ്റാണ് പറഞ്ഞു. അമ്മേ ഒന്നല്ല തെറ്റിട്ടുള്ളൂ. ഒന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഏതാ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്? 10ാം ക്ലാസ് മനസ്സിലാവും. The timing and the amount of hormones secreted by a gland are regulated in human body. ഞാൻ സംഭവം എഴുതിയത് അഡ്രീനൽ ഗ്ലാൻഡ് ഹോർമോൺ അഡ്രിനാലിൻ, അതാണ് ഞാൻ എഴുതിയത്. കാരണം അത് ഒരു ടൈം മീൻസ് പെട്ടെന്ന് സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ടൈമിങ്ങിലിരിക്കല്ലോ ഇത് വരിക. അപ്പൊ ഞാൻ അഡ്രിനാലിൻ എഴുതിച്ചു. പക്ഷെ ഓളെ ഫ്രണ്ട് പറഞ്ഞു അതിന്റെ ആൻസർ ഫീഡ്ബാക്ക് മെക്കാനിസം ആണെന്ന്. അപ്പം ഏതാണ് ഇപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ കമന്റ് ചെയ്യാം, പഠിക്കുക ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എല്ലാം ടെക്സ്റ്റത്തെ ക്വസ്റ്റ്യനാണ് വന്നത്. പക്ഷെ ചില ക്വസ്റ്റ്യനൊക്കെ ഇതിന്റെ ആൻസർ ഇതാണോ എഴുതണ്ടേ അതോ ഇതാണോ എഴുതണ്ടേന്ന് കൺഫ്യൂഷൻ. എന്താണ് അതിട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. മുന്നേ ഫ്രഷ് ആവാൻ കയറി. എനിക്ക് വിശക്കുണ്ട്, തലയൊക്കെ വേദനിച്ച് തലയൊക്കെ കറങ്ങുന്നുണ്ട്. ഷൂട്ടുണ്ട്. അപ്പം വേഗം കഴിച്ചിട്ട് വേറെ സ്ഥലം കാര്യമാണൊക്കെ ഷൂട്ടിലായിരുന്നു. ബൈസെപ്സ് ആണ് ഈ കാണുന്നത്. കണ്ടോ മസിൽ കണ്ടോ? മസിൽ ട്രൈസെപ്സോ എന്താ? 1 2 3 അതാ ട്രൈ. അല്ലെങ്കിൽ ഈ ജിമ്മിന് പോയവരൊക്കെ അങ്ങനെയാണല്ലേ, വെറുതെ കാണുമ്പോ ഇങ്ങനെ ആട്ടിത്തരും, പിന്നെ ഇങ്ങനെ ആട്ടിത്തരും. കുറച്ച് ഓക്കെ. എനിക്ക് അവർ വില്ലൻ കോമഡിയാണോ? നാടൻ മാങ്ങ ഗായ്സ് അപ്പുറത്തോട്ട് ചേച്ചി കൊണ്ട് തന്നാണ്. ഗായ്സ് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 10ാം ക്ലാസ്സിലെ സെറ്റ് 3 കിട്ടിയവർ. ദെൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.